ഹലോ മൈ യുഎസ് ഐ ആം യുവർ മാൻ ഉമർ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ വൺ പീസിൻ്റെ എൽബാഫാർക്ക് തിരിച്ചു വന്നേക്കാണ് ഗൈസ്. എത്ര 3 മാസത്തിലധികമായി ഗൈസ് അങ്ങനെ പോയിട്ട് ഫൈനലി ഇന്ന് വന്നേക്കാണ്. ഞാൻ ഇത് ഇപ്പോൾ കണ്ട് കഴിഞ്ഞുള്ളൂ ഗൈസ്. അപ്പം തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല ഗൈസ്. കാരണം ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഇത്ര നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ലൂഫിനെ ആണെങ്കിലും സോറോനെ ആണെങ്കിലും സാഞ്ചീനെ ആണെങ്കിലും ഉസപ്പിനെ ആണെങ്കിലും ബ്രൂക്കിനെ ആയാലും ജിംബേനെ ആയാലും നാമി റോബിൻ ചോപ്പർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടാകുന്ന എനിക്കറിയാൻ പാടില്ല ഗൈസ്. വിടാൻ സാധ്യതയില്ല, എല്ലാവരും പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ തന്നെ ഭയങ്കര പിന്നെ ഒരു നമ്മുടെ ഷാങ്സ് ആണെങ്കിലും ബെർത്തലോമിയുടെ ഇത് കാണിച്ചത് അത് കണ്ട സീൻസ് വിഷമം വന്ന സീനാണെങ്കിൽ പോലും ബെർത്തലോമിയോ പിന്നെ ആരൊക്കെയാണ് അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ഗൈസ്. ഞാൻ പേര് മിസ്സായി പോയിട്ടുണ്ട്, ആരൊക്കെ മിസ്സായെന്ന് അറിയാൻ പാടില്ല. ഓരോരുത്തരെ കണ്ടപ്പോൾ സന്തോഷമാണ് ഗൈസ്. കാരണം ഇത്ര നാളും വെയിറ്റ് ചെയ്തിരിക്കുകയല്ല ഗൈസ്. നമ്മുടെ വൺ പീസ് ആണല്ല ഗൈസ്. ഓരോ ക്യാരക്ടേഴ്സിനെ കണ്ടപ്പോൾ തന്നെ സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നില്ല ഗൈസ്, മാങ്ക വായിച്ചവർക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ എന്താണ് മെയിനായിട്ട് അത്ര അതായത് നമ്മുടെ എൽബാഫാർക്ക് എന്താണെന്ന് നമുക്കറിയാലോ ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് തുടക്കമായിട്ടുള്ളൂ അല്ല. അപ്പോൾ നമുക്ക് അത്ര ഓവർ ഹൈപ്പ് മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ നമുക്കറിയാം, തുടങ്ങണുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ്. പിന്നെ നമ്മുടെ എങ്ങനെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഒരു കിഡിലെ മൂവ്മെൻ്റ് ആയിരുന്നു ഗൈസ്. അതായത് നമ്മുടെ ഉസപ്പും ലൂഫിയും കൂടിയും എൽബാഫിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് എൽബാഫി പോകണം എന്ന് അവർ ആ ഷിപ്പിൽ, അതായത് നമ്മുടെ സണ്ണിയിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സണ്ണിയിലിരുന്ന് പറയും. അതായത് സോറി, സണ്ണിയിലല്ല, നമ്മുടെ ഗോയിങ് മേരിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. മാറിപ്പോയതാണ്. ഗോയിങ് മേരിയിൽ ഇരുന്നാണ് അവർ ഡാൻസ് കളിച്ച്, അതായത് അവർ ഷോൾഡറിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു സ്റ്റെപ്പ് കാണിക്കില്ല ഗൈസ്. അത് ഇട്ടിട്ട് അവർ പറയുമല്ലോ ഗൈസ്, എൽബാഫിൽ ഒരു നാളെ പോകണം എന്നുള്ള രീതിയിൽ. എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ടൈമിലേൽ വന്നിട്ട് നമ്മുടെ സണ്ണിയിൽ ഇരുന്നിട്ട് അവർ പറയണ എൽബാഫിലേക്ക് പോകണം എന്നൊരു ആ ഒരു സീൻ കാണിച്ചിട്ട് തുടങ്ങണം. അത് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷമായിരുന്നു ഗൈസ്. അങ്ങനെ അത് തുടങ്ങി. പിന്നെ ചില പണ്ടത്തെ ഇൻസിഡൻസ് കാണിക്കേണ്ടത്, അതായത് നമ്മുടെ ബ്രോഗി ജയൻസിൻ്റെ ഫൈറ്റ്, അതായത് അവർ ആ ഫൈറ്റ് ചെയ്യുന്ന സീനും ഇപ്പോഴത്തെ ഒരു ചെറിയ, അതായത് സംഭവം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫൈറ്റ് നിർത്തിയിട്ടില്ല, അവരുടെ വെപ്പൺ എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു സംഭവം പറയുമ്പോൾ അവരുടെ പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ, അന്നത്തെ ഫൈറ്റിൻ്റെ ജസ്റ്റ് ഉസപ്പ് ഓർക്കണ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉസപ്പ് ഓർക്കുന്നതല്ല, ഉസപ്പ് അന്നത്തെ ഇൻസിഡൻസ് നാമയായിട്ട് ഇങ്ങനെ പറയണ സംഭവമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗാർപ്പിനെ കാണിച്ച് ഗൈസ്. അതായത് ടീച്ച് ഉണ്ടായില്ലല്ലോ ഗൈസ്, ഗാർപ്പ് അവിടെ വന്നപ്പോൾ ഗാർപ്പിനെ മറ്റേ കുസാനൊക്കെ പിടിച്ചല്ലോ ഗൈസ്. അപ്പോൾ ടീച്ച് വന്നതും ഗാർപ്പിനെ പിടിച്ചെന്ന് തോന്നിയപ്പോൾ നന്നായെന്നുള്ള കാര്യം പറയുന്നതും, കാരണം കോബീനയിലും നന്നായിട്ട് അവർക്ക് ഗാർപ്പിനെ വെച്ച് ട്രേഡ് ചെയ്യാമല്ലോ ഗൈസ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതും. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്, എനിക്ക് തോന്നുന്നുണ്ട്, അതായത് കുസാൻ ഒരിക്കലും ബ്ലാക്ക് ബീഡിൻ്റെ ഒപ്പം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ ഗൈസ്. കാരണം കുസാൻ നല്ല ഒരാളായിട്ടാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ കുസാൻ മിക്കവാറും എന്ത് ഫൈനൽ ബാറ്റിലൊക്കെ ആകുമ്പോൾ കൂടി ബ്ലാക്ക് ബീഡിൻ്റെ അവിടെ നിന്ന് മാറി മീൻസ് ലൂഫിയുടെ അല്ല ഗൈസ്, അതായത് ഇപ്പോൾ ബ്ലാക്ക് ബീഡ് നമ്മുടെ ഓപ്പോസിറ്റാണ് ഗൈസ്. അപ്പോൾ ഇതിലേക്ക്, അതായത് നല്ലയിലേക്ക്, അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നത് റെവല്യൂഷന് അങ്ങനെ, അല്ലെങ്കിൽ എന്തായാലും പുള്ളി വില്ലന് ഉള്ളൻ കഥാപാത്രം സാധ്യതയില്ല ഗൈസ്. ഹീറോയുടെ കൂട്ടത്തിലല്ലെങ്കിൽ തന്നെ നല്ല ഒരു ഇതിലാണ് പുള്ളി നിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം ഗൈസ്. പിന്നെ ആരാണ് പിന്നെ എന്താ നമ്മുടെ ഷാങ്സിൻ്റെയും ബെർത്തലോമയുടെ ഇൻസിഡൻറ്റ് ഉണ്ടായി ഗൈസ്. അതായത് നമ്മുടെ ഫേക്ക് പോയിസൺ ബെർത്തലോമിനെ കൊണ്ട് കുടിപ്പിക്കുമല്ലോ ഗൈസ്. ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഷാങ്സിനെ കാണുമ്പോൾ ഒരു അടിപൊളിയാറുണ്ട് ഗൈസ്. ഇതിൻ്റെ ക്വാളിറ്റി ആട്ടോ ഗൈസ്. അതായത് നമ്മുടെ വീഡിയോനെ കുറിച്ച് എപ്പിസോഡിനെ കുറിച്ച് പറയുന്നത് അത് ക്വാളിറ്റിയാണ്. അതായത് ഓരോരുത്തരുടെ ഇതാണെങ്കിൽ പോലും ഇവിടുത്തെ കിഡിലാണോ എല്ലാവരും കാണാനും ലുക്കിലും കാര്യങ്ങളും എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്ത് വെച്ചേക്കണം. അത് അടിപൊളിയായിരുന്നു ഗൈസ്. പിന്നെ എന്താണ് ഉണ്ടായ, പിന്നെ ഓവറോൾ ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ അല്ലേ കേസ്. അപ്പോൾ അതിൻ്റെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേസ് കണ്ടപ്പോൾ. കാരണം എന്താണെന്നൊന്നും പറയാല്ല കേസ്, ഇറ്റ്സ് വൺ പീസ്, അതുകൊണ്ട് തന്നെ. പിന്നെന്താ പറയുന്നത്തെ മെയിൻ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ കേസ്. മെയിൻ ഇൻസിഡൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. പിന്നെ അവർ ഷിപ്പിൽ പൊക്കൊണ്ടിരിക്കുകയല്ല കേസ്, അതായത് നമ്മുടെ എഗ് ഹെഡിൽ നിന്ന് പോകണുള്ളൂ കേസ് എൽബാഫിലേക്ക്. ഇനിയിപ്പോൾ എൽബാഫിൽ ചെന്നതിൻ്റെ ഓൾറെഡി നമുക്കറിയാലോ കേസ് എന്തൊക്കെയാണ് വരാൻ പോണേന്ന്. മാങ്ക വായിച്ചവർക്ക് അറിയാം. ഇപ്പോൾ ഓൾറെഡി എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഈ മൂന്ന് റിവീൽ ചെയ്ത് കഴിച്ച് എൽബാഫിൽ. എനിക്ക് മനസ്സിലായ അനുസരിച്ചാണെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ ഈ മൂന്നെ കാണിക്കണ എപ്പിസോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ 2028 പറയുന്നുണ്ട് കേസ്. ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടത്, എത്രത്തോളം ശരിയാണെന്ന് അറിയാൻ പാടില്ല. പുള്ളി പറയുന്ന അനുസരിച്ചാണെങ്കിൽ 28 ഈ മൂന്ന് റിവീൽ ചെയ്യുള്ളൂ, 27 നമ്മുടെ റോക്ക് ഡി സബക്കിനെയൊക്കെ റിവീൽ ചെയ്യുള്ളൂ പറയുന്നുണ്ട് കേസ്. അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരു വർഷം 20 സംതിങ് എപ്പിസോഡാണ് മഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ. അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അവർ പുള്ളി പറയുന്നത് ശരിയാണെന്ന് തോന്നണം. ഇനിയിപ്പോൾ സീസൺ വൈസ് അങ്ങനെയുള്ള കേസ് വന്നാം നമുക്ക് നോക്കാം എന്തായാലും. പിന്നെന്താ പറയുക, അടിപൊളിയായിരുന്നു കേസ്. എന്താ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ സന്തോഷം ഓർന്നു. കാരണം അത്രയും വെയിറ്റ് ചെയ്തിട്ട് കണ്ടപ്പോൾ നൈസ് ഫീലായിരുന്നു. ഞാൻ ഇപ്പോൾ പിന്നെ
ഇത്ര ഉള്ളൂ ഗൈസ്. ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നുപോലും അറിയാൻ പാടില്ല. ഒരു കറക്റ്റായിട്ട് നിങ്ങൾ പറയട്ടെ ഗൈസ്, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനത്തെ വീഡിയോ ആണ് എക്സ്പെക്ട് ചെയ്യണമെന്നും. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഞാൻ സംസാരിക്കുന്നത് ബാക്കിയുള്ള കണ്ടന്റ് ക്രിയേഷനെ പോലെ കുറച്ചും അവർ കുറച്ചും നല്ല രീതി പ്രൊഫഷണൽ രീതിയിലാണ് ഗൈസ്. ഞാൻ അത്ര അങ്ങനത്തെ രീതിയല്ലാന്ന് എനിക്ക് തോന്നുന്നതല്ല, അങ്ങനത്തെ രീതിയല്ല. അപ്പോൾ നിങ്ങൾ പറയട്ടെ ഗൈസ് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നും നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ ഗൈസ്. അപ്പോൾ അത്രയും നമ്മുടെ വീഡിയോ. താങ്ക് യു, ബൈ.